الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവശക്തനും പരമപരിശുദ്ധനുമായ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പരമാവധി സൂക്ഷിച്ച് ജീവിക്കുന്നവരായി ഈമാനോടുകൂടി മരണപ്പെട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം വിശ്വാസികളാണ്. നമ്മളൊരു നീണ്ട യാത്രയിലാണ്. നമ്മുടെ ഈ യാത്ര ചെന്നവസാനിക്കുന്നത് പരലോകത്താണ്, മഹ്ശറയിലാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ഭൂലോകത്ത് പിറന്ന അവസാനത്തെ കുഞ്ഞു വരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹ്ശറ ലോകത്ത് വിചാരണയും വിധിയും പ്രതിഫലങ്ങൾ തൂക്കിക്കണക്കാക്കുന്ന അവസ്ഥകളുമെല്ലാമുണ്ട്. അല്ലാഹുവിന്റെ അടുക്കലുള്ള ആ ദിനത്തിൽ വിജയം കൈവരിക്കുക എന്നതാണ് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ഐഹിക ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നാം ഇവിടെ ചെയ്തു കൂട്ടുന്ന പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ അത് കാണുമാറാവും എന്ന് വളരെ ചെറിയ സൂറത്തുകളിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ എന്നത് പലപ്പോഴും നാം ഓതുന്ന, നാം കേൾക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. ഒരു അണുമണി തൂക്കമാണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് കാണുക തന്നെ ചെയ്യും എന്ന് ആ വിശുദ്ധ ഖുർആനിന്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് പറഞ്ഞ ഉപദേശങ്ങളിൽ ഒന്ന്
യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. പൊന്നുമോനെ, നീ വല്ല പ്രവർത്തനങ്ങളും ചെയ്താൽ അത് ആകാശങ്ങളിലോ ഭൂമിയിലോ പാറക്കൂട്ടങ്ങൾക്കിടയിലോ എവിടെയായിരുന്നാലും ശരി, യഅതി ബിഹല്ലാഹ്, അള്ളാഹു ആ പ്രവർത്തനത്തെ നാളെ മഹ്ശറയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ബോധത്തോടു കൂടി ജീവിക്കണമെന്ന് തന്റെ മകനെ ഉപദേശിക്കുകയാണ്. അതുവഴി ലോകാവസാനം വരെയുള്ള വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധിപ്പിക്കുകയാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിന്നുകൊണ്ടാകണം, നിലനിർത്തിക്കൊണ്ടാവണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഏത് എന്നത് നമ്മുടെ എപ്പോഴത്തെയും അന്വേഷണങ്ങളാകണം. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം നേടാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്നതും നമ്മുടെ അന്വേഷണങ്ങളാകണം. നമസ്കാരം എന്നത്, നോമ്പ് എന്നത്, ഹജ്ജ് എന്നതൊക്കെ നമ്മുടെ നിർബന്ധമായ ഇബാദത്തുകളാണ്, നാം നിർവഹിക്കേണ്ടതാണ്, വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്തുകളുമാണ്. എന്നാൽ നാം അവഗണിക്കുകയോ അശ്രദ്ധരാകുകയോ ചെയ്യുന്ന വളരെ ചെറിയ ചെറിയ നന്മകളുണ്ട്. ആ നന്മകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ ആ ചെറിയ കർമ്മങ്ങളെ കൊണ്ട് മഹത്തായ വിജയം അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് നേടുവാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ ഉണർത്തുന്നത്, കുല്ലു സുലാമാ മിനൻ നാസി അലൈഹി സ്വദഖത്തുൻ കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസ്. സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസത്തിലും ഓരോ മനുഷ്യന്റെയും അവയവങ്ങളിലൂടെ അവന് ഒരുപാട് സ്വതക്കകൾ നിർവഹിക്കുവാനുണ്ട് എന്നാണ്. ദാനധർമ്മത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന, സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസത്തിലും അവന് നിർവഹിക്കുവാനുണ്ട്. എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുന്നു, ഒരു രണ്ട് വ്യക്തികൾക്കിടയിൽ നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് സ്വതക്കയുടെ പരിഗണന നൽകുന്നതാണ്, അതിന്റെ പ്രതിഫലം നൽകുന്നതാണ്. ഒരാൾ തന്റെ വാഹനത്തിൽ കയറാൻ ഉദ്ദേശിക്കുമ്പോ അയാളെ വാഹനത്തിലേക്ക് കയറാൻ സഹായിക്കുക എന്നുള്ളത് സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഒരാളുടെ ഭൗതിക ഭാരങ്ങൾ, അയാളുടെ ഉപജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ അയാളുടെ വാഹനപ്പുറത്തേക്ക് കയറ്റാൻ സഹായിക്കുക എന്നുള്ളത് സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. നല്ല നല്ല വാക്കുകൾ പറയുക എന്നുള്ളത് സ്വതക്കയുടെ പരിഗണന ലഭിക്കുന്നതാണ്. നീ പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ കാലടികളും നിനക്ക് സ്വതക്കയുടെ പ്രതിഫലം നൽകുന്നതാണ്. നീ വഴിയിലൂടെ നടന്നു പോകുമ്പോ വല്ല കല്ലോ മുള്ളോ ഉപദ്രവങ്ങളോ ആ വഴിയിൽ കണ്ടാൽ അത് നീക്കുക എന്നുള്ളത് സ്വതക്കയുടെ പരിഗണന ലഭിക്കുന്നതാണ്. അപ്പോ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ഇടപഴകുന്ന പല വിഷയങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഇതുപോലെയുള്ള പുണ്യകർമ്മങ്ങളെല്ലാം സ്വതക്ക എന്ന 10ഉം 70ഉം 700ഉം ഇരട്ടികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരുന്ന മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ചില സാധാരണക്കാരായ ആളുകൾ പരാതിപ്പെട്ടു ഒരിക്കൽ. എന്താണ് അവരുടെ പരാതി? അന്നനാസൻ ഖാലു യാ റസൂലല്ലാഹ് ദഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ. ഈ പണക്കാരായ സമ്പന്നരായ ആളുകൾ പ്രതിഫലങ്ങളെല്ലാം കൊണ്ടുപോയി പ്രവാചകരെ. അവർ യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവർ നമസ്കരിക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ കൂലി ഞങ്ങൾ പോലും കണക്കാണ്.
വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പ് തോൽക്കുന്നത് പോലെ അവരും നോമ്പ് തോൽക്കുന്നുണ്ട്. അപ്പൊ നോമ്പിന്റെ കാര്യത്തിലും വ്യത്യാസമില്ല. എന്നാൽ ആ ഇബാദത്തുകളൊക്കെ ഞങ്ങൾക്കും ചെയ്യാം. എന്നാൽ ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അധികമായി ധനാഢ്യരായ സമ്പന്നരായ ആളുകൾ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് സ്വതക്ക ചെയ്യുന്നു പ്രവാചകരെ. അങ്ങനെ ചെയ്യാൻ ഞങ്ങളുടെ അടുക്കലില്ല. അപ്പൊ ഞങ്ങളെക്കാൾ സ്വതക്കയിലൂടെ അവർ ഒരുപാട് മുൻപന്തിയിലെത്തുകയാണ് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പരാതിക്കാരോട് പറഞ്ഞ മറുപടി, അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂന ബിഹി, ആ സ്വതക്കയുടെ പ്രതിഫലം നൽകുന്ന വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നിശ്ചയിച്ചു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുമല്ലോ. അത് സ്വതക്കയോളം അതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന കാര്യം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമല്ലോ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സ്വദഖ, നിങ്ങൾ ചൊല്ലുന്ന ഓരോ തസ്ബീഹും സ്വതക്കയാണ്. വകുല്ല തക്ബീറത്തിൻ സ്വദഖ, നിങ്ങൾ ചൊല്ലുന്ന ഓരോ തക്ബീറുകളും സ്വതക്കയാണ്. വകുല്ല തഹ്മീദത്തിൻ സ്വദഖ, ഓരോ തഹ്മീദുകളും സ്വതക്കയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ നാം ഉരുവിടുന്നത് വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ ഈ വിഷയങ്ങളിൽ തിരുവചനങ്ങൾ ഓരോന്നും പറയുമ്പോ ഓരോ സഹോദരനും സഹോദരിയും ആലോചിക്കേണ്ടത്, എന്റെ ജീവിതത്തിൽ, എന്റെ ദൈനംദിന ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവാറുണ്ടോ എന്നതാണ്. അഥവാ തന്റെ ജീവിതത്തിലെ ഓരോ അവയവങ്ങളിലൂടെയുള്ള സ്വതക്ക നേടാൻ എനിക്ക് കഴിയാറുണ്ടോ? ഒരാളെ സഹായിക്കാൻ എനിക്ക് കഴിയാറുണ്ടോ? നല്ല വാക്ക് പറയാൻ എനിക്ക് കഴിയാറുണ്ടോ? പള്ളിയിലേക്ക് നടക്കാൻ എനിക്ക് കഴിയാറുണ്ടോ? സ്വതക്ക ചെയ്യാൻ എനിക്ക് കഴിയാറുണ്ടോ? ഈ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ഓരോ ദിവസവും ചൊല്ലാൻ, എന്നിട്ട് വലിയ പ്രതിഫലത്തിന്റെ അർഹരാകാൻ എനിക്ക് സാധിക്കാറുണ്ടോ എന്നതാണ് നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ടുന്ന ചോദ്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹ് വബിഹംദിഹി, ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഫീ യൗമിൻ മിഅത മറ, ഒരു ദിവസം 100 വട്ടം പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 വട്ടം പറഞ്ഞാൽ അയാളുടെ പാപങ്ങളെല്ലാം കൊഴിഞ്ഞു പോകുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വരാം, പാപങ്ങൾ വന്നു പോകാം, മനുഷ്യരാണ്, അങ്ങനെയൊക്കെ സംഭവിക്കാം. എന്നാൽ വലിയ വലിയ പാപങ്ങളല്ലാത്ത പാപങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലുന്നതിലൂടെ അവരിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ കഴിച്ചാൽ പിന്നീട് ഏറ്റവും ഒന്നാമത്തെ പ്രമാണമായി നാം സ്വീകരിക്കുന്നത് സഹീഹുൽ ബുഖാരിയാണ്. ആ ബുഖാരിയിൽ പറയുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു മനുഷ്യൻ ഒരു ദിവസം 100 വട്ടം ചൊല്ലുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ മുഴുക്കെ അതിലൂടെ കൊഴിഞ്ഞു പോകുന്നതാണ് എന്ന്. മറ്റൊരു തിരുവചനത്തിൽ നാം സാധാരണ കേൾക്കുന്ന കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ തഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ, നമ്മുടെ നാവിന് വളരെ ലഘുവായിട്ടുള്ള, തുലാസിൽ ഖനം തൂങ്ങുന്ന, പടച്ച തമ്പുരാന് ഏറ്റവും ഇഷ്ടമുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, നേരത്തെ പറഞ്ഞതും അതിന്റെ കൂടെ സുബ്ഹാനല്ലാഹിൽ അലീം എന്നും അവർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പടച്ചവന് ഏറ്റവും ഇഷ്ടമുള്ളതാണത്. അവന്റെ തുലാസിൽ അവന്റെ പ്രവർത്തനങ്ങൾ തൂക്കിക്കണക്കാക്കുമ്പോ ആകാശഭൂമികളെക്കാളും അവക്കിടയിലുള്ള വസ്തുക്കളെക്കാളും ഭാരമുള്ളതാണത്. അതുപോലെ തന്നെ നമ്മുടെ നാവിന് ചെല്ലാൻ പ്രയാസമില്ലാതെ ഉരുവിടാൻ പറ്റുന്നതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം 100 വട്ടം എന്ന് പറയുന്നത് 10 വട്ടമെങ്കിലും നമുക്കിങ്ങനെ ചൊല്ലാൻ സാധിക്കാറുണ്ടോ എന്നത് നാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്.
അതുപോലെ പ്രവാചകൻ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമസ്കാരത്തിന്റെ ശേഷവും നാം ചൊല്ലുന്ന ആ ദിക്ർ അതല്ലാത്ത സമയങ്ങളിലും നാം ചൊല്ലുകയാണ് എങ്കിൽ ഫീ യൗമിൻ മിഅത മറ, 100 പ്രാവശ്യം ഒരാൾക്ക് അങ്ങനെ ചെല്ലാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാനത ലഹു അദ്ല അശ്രി റിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് അവന് നൽകുക. ഇമാം ബുഖാരി മാത്രമല്ല, ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരാൾ ചൊല്ലിയാൽ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. അല്ല, വീണ്ടും അതാ വകുതിബത് ലഹു മിഅതു ഹസന, 100 നന്മകൾ അതിന് പുറമെ അവന്റെ പേര് ചേർക്കപ്പെടുന്നു. അവന്റെ റിക്കാർഡിൽ 100 നന്മകളും കൂടി ചേർക്കപ്പെടുന്നു. പോരാ വമുഹിയത്ത് അൻഹു മിഅതു സയ്യിഅ, അവനിൽ വന്നുപോയ 100 തിന്മകൾ മായ്ക്കപ്പെടുന്നു. വകാനത് ലഹു ഹിർസം മിനശ് ശൈത്വാനി യൗമ, ആ ദിവസം പിശാചിന്റെ ദുർബോധനത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണവുമായിരിക്കും അത് ഹത്താ യുംസി, വൈകുന്നേരമാകുന്നത് വരെ. നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ അവൻ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, 100 നന്മകൾ ചെയ്ത പ്രതിഫലം, 100 തിന്മകൾ ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ, പിശാചിൽ നിന്നുള്ള സുരക്ഷ, ഇതെല്ലാം അവന് ലഭിക്കുമെന്ന് വളരെ ലളിതമായ ഈ ദിക്റുകൾ ചൊല്ലിയാൽ അതിലൂടെ സാധ്യമാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്വഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി എന്നത് ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് മീസാനിനെ, തുലാസിനെ നിറക്കുന്നതാണ്. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി, സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അതുപോലെ തന്നെ നമ്മുടെ തുലാസിലേക്ക് കനം തൂങ്ങുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. എത്രയെത്ര നന്മകൾ! നമുക്ക് പെട്ടെന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള സ്വർഗം നേടാൻ പറ്റുന്ന വിധത്തിലുള്ള ലളിതമായ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന്റെ വലിയ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന എത്രയെത്ര മാർഗങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. ഒരിക്കൽ പ്രവാചകൻ ചോദിക്കുകയാണ്, ഒരു ദിവസം ഒരാൾക്ക് 1000 നന്മ ചെയ്യാൻ സാധിക്കുമോ എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. 1000 നന്മ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ സദസ്സിൽ ഒരാൾ ചോദിച്ചു, പ്രവാചകരെ, എങ്ങനെ നബിയെ ഒരാൾക്ക് ഒരു ദിവസം 1000 നന്മയൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന് പ്രവാചകനോട് സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നീ തസ്ബീഹ് ചൊല്ലിയാൽ, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ, 100 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ, ഫയുക്തബു ലഹു അൽഫു ഹസന, 1000 നന്മയാണ് നിന്റെ പേരിൽ ചേർക്കപ്പെടുന്നത്. 1000 നന്മയാണ് നിന്റെ പേരിൽ ചേർക്കപ്പെടുന്നത്. അതുപോലെ 1000 തിന്മകളാണ് നിന്റെ റിക്കാർഡിൽ നിന്ന് മായ്ക്കപ്പെടുന്നത്. ഈ ദിക്റുകൾക്കൊക്കെയുള്ള പ്രാധാന്യവും മഹത്വവും നാം ആലോചിച്ചു നോക്കുക. അതുപോലെ പ്രവാചകൻ ഒരിക്കൽ ചോദിച്ചു, ഒരു രാത്രിയിൽ ഖുർആനിന്റെ 1/3 ഭാഗം ഓതാൻ നിങ്ങൾ അശക്തരാണോ? നിങ്ങൾക്ക് കഴിയുകയില്ലേ? ഖുർആന്റെ 1/3 ഭാഗം ഓതാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനോട് ചോദിക്കുകയാണ്. അപ്പൊ അവർക്കത് പ്രയാസകരമായി തോന്നി. ഒരു ദിവസം ഒറ്റ രാത്രി കൊണ്ട് ഖുർആന്റെ 1/3 ഭാഗം ഓടിത്തീർക്കുക എന്നുള്ളത് പ്രയാസമായി തോന്നി. അവർ ചോദിച്ചു, അള്ളാന്റെ പ്രവാചകരെ, ആർക്കാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുക? ആർക്കാണ് അങ്ങനെ ഖുർആന്റെ 1/3 ഭാഗം ദിവസം ഓടിത്തീർക്കുവാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്, ഹാദിഹി സൂറ സൂറത്തുൽ ഖുർആൻ, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് നിങ്ങൾ ഓതിയാൽ നിങ്ങൾ ഖുർആനിന്റെ 1/3 ഓതിയതിന് തുല്യമാണ്. ഖുർആനിന്റെ 1/3 നിങ്ങൾ ഓതിയതിന് തുല്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്താൽ. അതുകൊണ്ട് അത്രയും മഹത്തരമായ ആ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ പറയുന്നു, ഖൽസത്താനി ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൽ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന ഹുമാ യസീറുൻ. 2 കാര്യങ്ങൾ ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ സ്വർഗം അവൻ ഉറപ്പാണ്. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്താണത്? പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, യുസബ്ബിഹു ഫീ കുല്ലി സ്വലാത്തിൻ അസ്റ. നമസ്കാര ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലുക. 33 വട്ടത്തിന്റെ വേറുണ്ട്. 10 പ്രാവശ്യത്തിന് പ്രവാചകൻ പറയുന്നു വയഹ്മദു അശ്റ വയുകബ്ബിറു അശ്റ. അപ്പൊ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 10 പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ ലാ യതസദ്ദഖു അഹദുൻ ബിതംറത്തിൻ മിൻ കസ്ബിൻ ദീബിൻ ഇല്ലാ അല്ലാഹു ബിയമീനിഹി ഫയുറബ്ബിഹാ കമാ യുറബ്ബി അഹദുക്കും എന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾ വല്ല ദാനവും നൽകിയാൽ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ദാനം നൽകുകയാണ് എങ്കിൽ അല്ലാഹു തന്റെ 2 കൈകൾ കൊണ്ടും അത് സ്വീകരിക്കുകയാണ്. എന്നിട്ട് യുറബ്ബി അഹദുക്കും ഫുലുവ ഔ ഖലൂസ, നിങ്ങൾ കുട്ടികളെ വളർത്തുന്നത് പോലെ അല്ലെങ്കിൽ ഒട്ടകക്കുട്ടികൾ വളർന്നു വരുന്നത് പോലെ അതിങ്ങനെ വളർന്നു വരികയും ഹത്താ തകൂന മിസ്ലൽ ജബലി ഔ അഅ്ളം, അതൊരു പർവ്വതത്തോളമായി അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായി നിങ്ങൾക്ക് മഹ്ശറയിൽ വെച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വളർത്തിക്കൊണ്ടുവരും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പോ നന്മയുടെ വിഷയത്തിൽ നമ്മാൽ കഴിയുന്ന വിധത്തിലുള്ള ആ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠത നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്, പ്രാവർത്തികമാക്കേണ്ടതാണ്. അതുപോലെ മനിത്തബ ജനാസ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ജനാസയെ ഒരാൾ പിൻപറ്റിയാൽ وكان معه حتى يصلي عليها فيفرغ من دفنها فإنه يرجو من الأجر بقيراطين. അയാളുടെ നമസ്കാരത്തിലും ശേഷക്രിയകളിലുമെല്ലാം പങ്കെടുത്തുകൊണ്ട് അയാൾ ആ കർമ്മങ്ങളിൽ പൂർണ്ണ പങ്കാളിയായാൽ 2 ഖീറാത്ത് പ്രതിഫലവുമായി കൊണ്ടാണ് അയാൾ മടങ്ങി വരുന്നത്. 2 ഖീറാത്ത് പ്രതിഫലവുമായി കൊണ്ടാണ് മടങ്ങി വരുന്നത്. കുല്ലു ഖീറാത്തിൻ മിസ്ലു ഉഹുദ്, ഓരോ ഖീറാത്തും ഉഹുദ് മലയോളം ഉണ്ടാകും. അപ്പോ 2 ഉഹുദ് മലയോളമുള്ള, ഉഹുദ് മലയുടെ ഉയരം എന്ന് പറയുന്നത് 3500 അടി ഉയരമാണ്. ഉഹുദ് മലക്ക് 3500 അടി ഉയരമുള്ള ആ മലയുടെ അത്രയും പ്രതിഫലം ഒരാളുടെ മരണത്തോടൊപ്പം ജനാസയിൽ പങ്കാളിയായി മയ്യത്ത് നമസ്കരിച്ച് ശേഷക്രിയയിൽ പങ്കാളിയായാൽ 2 ഖീറാത്ത് പ്രതിഫലം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഒമൻ സ്വല്ല അലൈഹാ റജഅ ഖബല അൻ തുദ്ഫന ഫഇന്നഹാ യർജിഉ ബിഖീറാത്തീൻ. ആ ഖബറിന്റെ അടുക്കലേക്കോ തസ്ബീഹ് ചോദിക്കാനോ വേണ്ടി പോയില്ല, നമസ്കാരം കഴിഞ്ഞ് അങ്ങ് തിരിച്ചു പോയെങ്കിൽ 1 ഖീറാത്തേ കിട്ടും, 1 ഖീറാത്ത്. എന്നാൽ ഖബറിന്റെ അടുക്കൽ കൂടി പോവുകയും തസ്ബീഹിനെ ചോദിക്കുകയും ഒക്കെ ചെയ്താൽ 2 ഖീറാത്ത്. ഇത്ര വലിയ പ്രതിഫലം. അതിന് നമ്മുടെ കുടുംബക്കാരെന്ന് പറഞ്ഞിട്ടില്ല, ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ആര് മരിച്ചു എന്ന് കേട്ടാലും ആ മരിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി അതിൽ ഈ രൂപത്തിൽ പങ്കാളിയായാൽ എത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നാം ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ അവഗണിക്കാറാണോ പതിവ് എന്ന് നാം നോക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു ഹദീസ് ഒരു സഹാബി പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സംശയം, ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കാരണം ഇബ്നു ഉമർ മുത്തബിഉ സുന്നയാണ്,
എല്ലാ നബി പറഞ്ഞ സർവ്വ സുന്നത്തും നടപ്പിലാക്കുന്ന ആളാണ്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ കാര്യം കേട്ടിട്ടില്ല. അങ്ങനെ അവർ സംശയം തീർക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ പോയി. ആയിഷ ബീവിന്റെ അടുക്കൽ ചെന്ന് ഈ സംശയം ചോദിച്ചു. ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കജ്ജിൽ കുറച്ച് മണലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട്, പടച്ചോനെ ഇതെങ്ങാനും ശരിയായാൽ എത്രമാത്രം നന്മകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന ആ വെപ്രാളത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളത്. ആയിഷ ബീവി പറഞ്ഞു, ഇത് നബി പറഞ്ഞതാണ്, ഇത് ശരിയാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത്, ഒരുപാട് ഖിറാത്ത് നഷ്ടപ്പെട്ടു പോയിട്ടോ, ഒരുപാട് ഖിറാത്ത് നഷ്ടപ്പെട്ടു പോയി. കാരണം എത്രമാത്രം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മേഖലകളിലും നാം വളരെ സജീവമായി പങ്കാളികളായി ഉണ്ടാവുക. ബാങ്ക് കേൾക്കാറുണ്ട് നമ്മൾ. ബാങ്ക് കേട്ടതിന് ശേഷം നമ്മൾ എന്താ പറയാറുള്ളത്? ഒന്നും പറയാറില്ല. പല ആളുകളും ആ സമയത്ത് തന്നെ ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ പലരും സംസാരിച്ചിരിക്കുകയാണ് ചെയ്യുക. ആ പറയുന്ന ബാങ്ക് കൊടുക്കുന്നവൻ പറയുന്നത് പോലെയും പറയാറില്ല. എന്നാൽ ആ ബാങ്ക് കൊടുത്തതിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല വബഅതഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദത, ഈ പ്രാർത്ഥന ചൊല്ലിയാൽ എന്റെ ശഫാഅത്ത് മഹ്ശറ ലോകത്ത് വെച്ച് ആ ശരീരത്തിലുള്ള ആൾക്ക് ലഭിക്കും. മുത്ത റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ബാങ്കിന് ശേഷം ബാങ്ക് കൊടുത്തത് കേട്ടാൽ അതിനുശേഷം ഓരോ സഹോദരനും സഹോദരിയും ഈ പ്രാർത്ഥന ചൊല്ലൽ നാം ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കുന്നവർക്ക് നല്ലത്. അല്ലാത്തവർ ജീവിതത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അതുപോലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കാറുണ്ട്. തൊട്ടടുത്ത കടകളിലോ വീടുകളിലോ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ ജമാഅത്തുകളിലേക്ക് വരാൻ നമ്മൾ ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ? ആ പള്ളികളിലേക്ക് വരാൻ ശ്രമിക്കാറുണ്ട്. പ്രവാചകൻ പറയുന്നു, ലൗ യഅലമുന്നാസ് മാ ഫിന്നിദാഇ വ ഫിസ്സഫിൽ അവ്വൽ, ബാങ്കിന്റെയും ഒന്നാമത്തെ സഫിന്റെയും ശ്രേഷ്ഠത ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, തുമ്മലം യജിദൂ, പിന്നെ അതിലേക്ക് എത്തിപ്പെടുന്നില്ല എങ്കിൽ, ഇല്ലാ യസ്തഹമു അലൈഹി, അതിനു വേണ്ടി അവർ നറുക്കിടുമായിരുന്നു. അതുപോലെ ളുഹറിന്റെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇശാ നമസ്കാരത്തിന്റെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സുബ്ഹിന്റെ പ്രത്യേകത, രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെയാണ് സുബ്ഹ് ജമാഅത്തിൽ പങ്കാളികളാകുന്നവർ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ നമസ്കാരത്തിന്റെയും പ്രാധാന്യങ്ങൾ, ആ നമസ്കാരത്തിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രതിഫലത്തിന്റെ പുറമെ ഇതുപോലെയുള്ള പ്രതിഫലങ്ങളും പ്രവാചകൻ എണ്ണിപ്പറയുമ്പോ നമ്മൾ ഇതിനെല്ലാം എത്രമാത്രം ശ്രദ്ധിക്കാറുണ്ട് എന്ന് മുസ്ലിമിന്റെ പേരോടുകൂടി ജീവിക്കുന്ന, മുസ്ലിം കുടുംബങ്ങളിൽ ജീവിക്കുന്ന, മുസ്ലിമാണെന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതല്ലേ എന്നത് നാം ഓരോരുത്തരും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം റവാത്തിബ് സുന്നത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. യുസല്ലി അല്ലാഹു തആല കുല്ല യൗമിൻ 12 റകഅതൻ തതവ്വുഅൻ ഗൈറൽ ഫരീള ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ. റവാത്തിബ് സുന്നത്തുകൾ, ഫർള് നമസ്കാരത്തിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള സുന്നത്തുകൾ നമസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കുന്നതാണ്. പടച്ചോനെ, എന്തൊക്കെ നന്മകളാണ്, എന്തൊക്കെ പുണ്യങ്ങളാണ്! വളരെ ചെറിയ ചെറിയ ദിക്റുകളിലൂടെ, ചെറിയ ചെറിയ ഓർമ്മകളിലൂടെ, അത് പ്രാവർത്തികമാക്കുന്നതിലൂടെ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല എളിയവരായ നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്നത് നാം ഓരോരുത്തരും ഓർക്കേണ്ട കാര്യമല്ലേ? ഇങ്ങനെയൊക്കെ പ്രതിഫലം നൽകി നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം. എന്നിട്ടും നാം കുതറിയോടുകയാണ് എങ്കിൽ പ്രവാചകൻ പറയുന്നു, ലാ തഹഖിറന്ന അഹദുകും ശൈഅൻ മിനൽ മഅറൂഫ്, ഒരു നന്മയും നിങ്ങൾ നിസ്സാരമായി കാണരുത്, എല്ലാറ്റിലും നിങ്ങൾ പ്രാധാന്യം നൽകണം. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി കുളിക്കുകയും പുതുവസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും പുരുഷന്മാർ സുഗന്ധം പൂശുകയും അതുപോലെ നേരത്തെ പള്ളിയിലേക്ക് വരികയും ചെയ്താൽ എത്രമാത്രം വലിയ പ്രതിഫലമാണ് ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ സുജൂദുകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് പ്രവാചകൻ ഒരു സ്വഹാബിയോട്, റബീഅ ഇബ്നു കഅബിനോട് പറഞ്ഞത്, എനിക്ക് സ്വർഗം വേണമെന്ന്
നബിയെ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്, നീ അസ്അലുക മുറാഫഖത ഫിൽ ജന്ന ഫഇന്നി അലാ നഫ്സക ബികസറതി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിക്കുക. അഥവാ സുന്നത്ത് നമസ്കാരങ്ങൾ അധികമായി നമസ്കരിക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നേരം പുലർന്ന് നാം ഉറങ്ങാൻ പോകുന്നത് വരെ മനസ്സ് വെച്ചാൽ ഒരുപാട് ഉഹുദ് മലയോളം, അങ്ങനെ നൂറുകണക്കിന് ഉഹുദ് മലയോളം പുണ്യങ്ങൾ ദിനം പ്രതി വാരിക്കൂട്ടാൻ പറ്റുന്ന ലളിതമായ ദിക്റുകളും പ്രാർത്ഥനകളും കർമ്മങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെല്ലാം നാം പ്രാവർത്തികമാക്കുക. ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായം 21-ാം വചനത്തിൽ പറയുന്നു, ഉൻദുർ കൈഫ ഫളൽനാ ബഅ്ലഹും അലാ ബഅ്ൽ, ഓരോരുത്തരെയും അല്ലാഹു എങ്ങനെയാണ് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായിരിക്കുന്നത്, ആക്കിയിരിക്കുന്നത് എന്ന് നീ കണ്ടില്ലയോ? ധനികരാണ്, ദരിദ്രരാണ്, സ്ഥാനമുള്ളവരാണ്, പദവിയുള്ളവരാണ്, എന്നാൽ അതൊക്കെ ഇവിടെയാണ്. വലല്ലാഹിറതു അക്ബറു ദറജാത്തിൻ വഅക്ബറു തഫ്ളീല, എന്നാൽ ഏറ്റവും വലിയ പദവികൾ ഉള്ളത് പരലോകത്താണ്, ഏറ്റവും വലിയ ശ്രേഷ്ഠതകളുള്ളത് പരലോകത്താണ്. അതുകൊണ്ട് ആ ശ്രേഷ്ഠതയും പരലോകത്തുള്ള ശ്രേഷ്ഠതയും ആ മഹത്വവും നേടാൻ വേണ്ടി വിശ്വാസികൾ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക, ആലോചിക്കുക, ചിന്തിക്കുക. ഇതുപോലെയുള്ള നന്മകൾ നമ്മൾ ഓരോരുത്തരും പ്രാവർത്തികമാക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്, ഉസീകും ബിഇബാദില്ലാഹി വനഫ്സി താനി ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധി വിലക്കുകളനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു താൽക്കാലിക വിധി നമ്മൾ കാണുകയുണ്ടായി. ഇനി സർവേ, മറ്റ് കീഴ്ക്കോടതികളോടുള്ള നിർദ്ദേശമാണ്, ഇനി ഒരു സർവേ നടത്തരുത്, ഏതെങ്കിലും രൂപത്തിൽ സർവേ നടത്താനുള്ള ഏതെങ്കിലും നിലക്കുള്ള വിധികൾ പുറപ്പെടുവിക്കരുത്. സുപ്രീം കോടതി ആരാധനാലയ സംരക്ഷണ നിയമം അത് കേസെടുത്തിട്ടുണ്ട്. അതൊരു അതിന്റെ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ കീഴ്ക്കോടതികളോട് ഒന്നും ചെയ്യരുത്. ഇടക്കാലത്ത് സുപ്രീം കോടതിയിൽ നിന്ന് ചില നല്ല നല്ല തീരുമാനങ്ങളും വിധികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഒരു മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങളോടുകൂടി അതിനെ സംരക്ഷിക്കുന്ന വിധത്തിൽ നമ്മുടെ ഭരണകൂടങ്ങൾക്കും അതുപോലെ തന്നെ ജുഡീഷ്യറിക്കുമൊക്കെ തോന്നുന്ന വിധത്തിലുള്ള വിധികളും കാര്യങ്ങളുമെല്ലാം പ്രസ്താവിക്കുവാൻ വേണ്ടി കൂടുതൽ വിശദീകരിക്കുന്നതില്ല. നമ്മൾ വാർത്തകളും പത്രങ്ങളും ഒക്കെ കാണുന്ന ആളുകളാണ്. 7 പേര് നമ്മുടെ ഈ മഹല്ലിൽ നിന്ന് ഉംറ കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു മഹത്തായ സൗഭാഗ്യമാണ് അവന്റെ ഭവനം കാണുവാനും അവിടെ വെച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുവാനും അവിടെ ചരിത്ര കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നമുക്ക് നൽകുക എന്നുള്ളത്. അങ്ങനെ ആ ഉംറ കർമ്മം, പരിശുദ്ധ ഉംറ കർമ്മം നിർവഹിക്കാൻ പോകുന്ന ഈ ആളുകൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ ആളുകൾ നമുക്ക് വേണ്ടിയും നമ്മുടെ മഹല്ലിന് വേണ്ടിയും നാടിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എല്ലാം ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അവർ ആ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉംറ കർമ്മം നിർവഹിക്കാൻ പോകുന്ന ആളുകൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഉംറയ്ക്ക് പോകുവാനും ഉംറയുടെ കർമ്മങ്ങൾ ഭംഗിയോടുകൂടി നിർവഹിക്കുവാനും അതിനുശേഷം അവിടെയുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ കാണുവാനും സന്ദർശിക്കുവാനും ഗുണപാഠം ഉൾക്കൊള്ളുവാനും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വന്ന് ആ ഉംറയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ഈമാനോടുകൂടി ജീവിക്കുവാനുമുള്ള തൗഫീഖ് ഈ പോകുന്ന ആളുകൾക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ബാബു ഇക്ക എന്ന് പറയുന്ന മണപ്പാട്ട്, അദ്ദേഹം രോഗിയായി ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. പല തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മറ്റൊരു സഹോദരി പ്രസവിച്ച് കുട്ടിക്ക് അല്പം അസുഖം ആണ്, ലെൻസിൽ വെള്ളം നിറയുന്ന
ഒരു അവസ്ഥയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അതുപോലെ രോഗികളായി നിൽക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈമാനോട് കൂടി ജീവിച്ചു അവനെ കണ്ടുമുട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.